ഇപ്പോൾ ഈ ടീം ടോക്സ് ബൈ അനീഷ എന്ന യൂട്യൂബ് ചാനലിൻ്റെ 5th എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കോർപ്പറൽ പണിഷ്മെൻറ്റിനെ കുറിച്ചാണ്. എന്താണ് കോർപ്പറൽ പണിഷ്മെൻറ്റ്? നിങ്ങൾക്കറിയാവോ? നമുക്ക് കുട്ടികളുണ്ടല്ലേ, നമുക്കൊക്കെ കുട്ടികളുണ്ടാവും. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികളുണ്ടാവായിരിക്കാം ഒരുപക്ഷെ. സോ ഈ കുട്ടികളെ നമ്മൾ നന്നാവാൻ വേണ്ടി എന്ന പേരിൽ നമ്മൾ ചെറിയ ശിക്ഷണങ്ങളൊക്കെ കൊടുത്ത് വളർത്താറുണ്ട് അല്ലേ, ചെറിയ അടികളും ചൂരൽ കഷായങ്ങളും ഒക്കെ. പക്ഷേ ഇപ്പോൾ കോർപ്പറൽ പണിഷ്മെൻറ്റ് നിർത്തലാക്കി. അത് ചൈൽഡ് റൈറ്റ്സിൻ്റെ ബേസിലാണ്. സോ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, ശിക്ഷണം കൊടുത്തു വളർത്തുന്ന കുട്ടി എന്ന് പറയുന്നത് വെട്ടിയൊരുക്കുന്ന ചെടി പോലെയാണെന്ന്. അതോടൊപ്പം തന്നെ വേറൊരു ഡിബേറ്റബിൾ ടോപ്പിക് കൂടിയുണ്ട്. നമ്മൾ എപ്പോഴും ശിക്ഷിച്ച് ഒരാൾ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മളവിടെ അവരോട് പറയാതെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെക്കാൾ ബലഹീനരായ പവർലെസ്സായ മനുഷ്യരെ നമുക്ക് ശിക്ഷയിലൂടെ അല്ലെങ്കിൽ ഒരുപക്ഷെ ഉപദ്രവിച്ച് നമുക്ക് നന്നാക്കാം, ശരിയാക്കാം, കീഴ്പ്പെടുത്താം എന്നൊക്കെയൊരു ചിന്തകൾ ഈ കുഞ്ഞുങ്ങൾക്ക് അറിയാണ്ട് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ എവിടെയാണ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു ഇതൊരു നേർത്ത ലൈനാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കണം ചില കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന്. എന്നാൽ അവരെ വേദനിപ്പിച്ചു, ശാരീരികവും മാനസികവുമായി വേദനിപ്പിച്ച് അതിലേക്ക് എത്തിക്കുമ്പോൾ ആ വഴി ശരിയാണോ, ആ മാർഗം ശരിയാണോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം അല്ലേ. സോ ഇന്നത്തെ ടോപ്പിക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആരാണെങ്കിലും ഈ ലോകത്ത് ആത്മാഭിമാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ അവകാശമുള്ളവരാണ്. അവരെ നേർവഴിയിലേക്ക് നയിക്കുമ്പോൾ അവരുടെ കുഞ്ഞു ബ്രെയിനുകൾ വളർന്നു വരുന്ന സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു അനുകമ്പയോടുകൂടി നമുക്കെല്ലാവർക്കും, എല്ലാ പാരൻസിനും കുഞ്ഞുങ്ങളോട് പെരുമാറാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.